പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് മെയ് 2 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. വടക്കൻ കരസേന കമാൻഡറെ നിയമിച്ചു. ഇന്ത്യൻ എയർഫോഴ്സിന്റെ പുതിയ വൈസ് ചീഫ് എയർ മാർഷൽ എൻ തിവാരി. ഇന്നലെയായിരുന്നു മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ഒളിമ്പ്യൻ താരങ്ങളായിട്ടുള്ള സാത്വിക് ചിരാഗ് റെഡ്ഡിക്ക് സമ്മാനിച്ചത്. കൂടാതെ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനത്തിന് വലിയൊരു മാറ്റം. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ദി നോർത്തേൺ ആർമി കമാൻഡർ വാസ് അപ്പോയിന്റഡ്. വടക്കൻ കരസേന കമാൻഡർ നിയമിച്ചു. ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡ് ആയിട്ടുള്ള നോർത്തേൺ ആർമി കമാൻഡിൽ വലിയൊരു മാറ്റം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജമ്മു കാശ്മീരിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ നിർണായകമായ നോർത്തേൺ കമാൻഡിന്റെ പുതിയ മേധാവി ആരായിരിക്കും? ലഫ്റ്റനന്റ് ജനറൽ പ്രതീക് ശർമ്മ. നോർത്തേൺ കമാൻഡ് ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കമാൻഡ് ആണ് നോർത്തേൺ കമാൻഡ്. ജമ്മു കാശ്മീരിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടർ. നോർത്തേൺ ആർമി കമാൻഡിന്റെ ചീഫ് ആയിട്ടാണ് ലഫ്റ്റനന്റ് ജനറൽ പ്രതീക് ശർമ്മ. ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ടോപ്പിൽ വരുന്ന റാങ്ക് ആണ് ജനറൽ. അതിന് തൊട്ട് താഴെ വരുന്ന റാങ്ക് ആണ് ലഫ്റ്റനന്റ് ജനറൽ. ലഫ്റ്റനന്റ് ജനറൽ പ്രതീക് ശർമ്മയാണ് നോർത്തേൺ കമാൻഡിന്റെ ചീഫ്. ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും പ്രവർത്തനക്ഷമമായ കമാൻഡ് ഏതാണ്? നോർത്തേൺ കമാൻഡ്. ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ഓപ്പറേഷണൽ എന്ന് പറയുന്ന കമാൻഡ് എന്ന് പറയുമ്പോൾ അത് നോർത്തേൺ കമാൻഡ് ആണ്. തീർച്ചയായിട്ടും മറ്റു കമാൻഡ്സും ഓപ്പറേഷണൽ ആണെങ്കിൽ പോലും എടുത്തു പറയുന്ന ഒരു കമാൻഡ് എന്ന് പറയുമ്പോൾ നോർത്തേൺ കമാൻഡ് ആണ്. കാരണം പാകിസ്ഥാൻ, ജമ്മു കാശ്മീർ എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു കമാൻഡ് ആണ് നോർത്തേൺ കമാൻഡ്. ഇന്ത്യൻ സൈന്യത്തിന് എത്ര കമാൻഡുകളുണ്ട്? 7 കമാൻഡ്. ഇന്ത്യൻ ആർമിക്ക് 7 കമാൻഡ്സ് ആണുള്ളത്. അതിൽ ഒന്നാണ് നോർത്തേൺ കമാൻഡ്. കൂടാതെ സദേൺ കമാൻഡ്, ഈസ്റ്റേൺ കമാൻഡ്, വെസ്റ്റേൺ കമാൻഡ്, ട്രെയിനിങ് കമാൻഡ്, സെൻട്രൽ കമാൻഡ് എന്നിങ്ങനെ പോകുന്നു. അതിലെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന നോർത്തേൺ കമാൻഡിന്റെ പുതിയ ചീഫ് ആണ് ലഫ്റ്റനന്റ് ജനറൽ പ്രതീക് ശർമ്മ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, എയർ മാർഷൽ എൻ തിവാരി ടു ടേക്ക് ഓവർ ആസ് വൈസ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ്. എയർ മാർഷൽ എൻ തിവാരി വ്യോമസേന വൈസ് ചീഫ് ആയി ചുമതലയേൽക്കും. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 2 ഇന്ത്യൻ വ്യോമസേനയുടെ വൈസ് ചീഫ് ആയി ആരാണ് ചുമതലയേറ്റത്? എയർ മാർഷൽ തിവാരി. ഇന്ന് മെയ് 2 ഇന്ത്യൻ എയർഫോഴ്സിലെ വൈസ് ചീഫ് മാറുകയാണ്. അതായത് എയർഫോഴ്സിന്റെ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് കഴിഞ്ഞാൽ അടുത്ത വരുന്ന പ്രധാനപ്പെട്ട പോസ്റ്റ് ആണ് വൈസ് ചീഫ്. വൈസ് ചീഫ് ആയിട്ട് എയർ മാർഷൽ തിവാരി ഇന്ന് മെയ് 2 ചുമതലയേൽക്കുകയാണ്. ലഫ്റ്റനന്റ് ജനറൽ JP മാത്യുവിൽ നിന്ന് ചീഫ് ഓഫ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് സ്ഥാനം ഏറ്റെടുത്തത് ആരാണ്? എയർ മാർഷൽ ദീക്ഷിത്. ഡിഫൻസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആണ് ചീഫ് ഓഫ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ്. 3 ഫോഴ്സ് ആയിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആണ് ചീഫ് ഓഫ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ്. ഇതിലെ ചീഫ് ആയിരുന്നു JP മാത്യു. അദ്ദേഹം വിരമിക്കുകയാണ്. ഇതിലെ ചീഫ് ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ JP മാത്യു വിരമിച്ചു. ആ ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പോൾ എയർ മാർഷൽ ദീക്ഷിത് വന്നിട്ടുള്ളത്. ഇനി മുതൽ ചീഫ് ഓഫ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിന്റെ ആ ഒരു സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത് എയർ മാർഷൽ ദീക്ഷിത് ആണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഒളിമ്പ്യൻ സാത്വിക് ചിറാഗ് റിസീവ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ഒളിമ്പിക് താരങ്ങളായ സാത്വിക് ചിറാഗിനെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. സ്പോർട്സ് ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 1 ന്യൂഡൽഹിയിൽ വെച്ച് ആർക്കാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചത്? സാത്വിക് സായ്രാജ് റംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. ഇന്നലെ മെയ് 1 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ആണ് ഒളിമ്പ്യൻ താരങ്ങളായിട്ടുള്ള സാത്വിക് സായ്രാജ് റാങ്കറെഡ്ഡിക്കും ചിരാഗ് ഷെട്ടിക്കും ലഭിച്ചിട്ടുള്ളത്. ഈ അവാർഡ് നൽകിയിട്ടുള്ളത് യൂണിയൻ മിനിസ്റ്റർ യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയാണ്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നൽകുന്ന മന്ത്രാലയം ഏതാണ്? യുവജനകാര്യ കായിക മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നൽകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ദേശീയ കായിക അവാർഡ് ഏതാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ഇന്ത്യയിലെ ഹയസ്റ്റ് ആയിട്ടുള്ള നാഷണൽ സ്പോർട്സ് അവാർഡ് ആണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. സാത്വിക് സായ്രാജ് റംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഏത് കായിക മേഖലയിലെ പ്രൊഫഷണൽ കളിക്കാരാണ്? ബാഡ്മിന്റൺ താരങ്ങളാണ് സാത്വിക് സായ്രാജ് റാങ്കറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. ഇവർക്കാണ് ഇന്നലെ മെയ് 1
മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സ് അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ആരാണ്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, ദ യൂണിയൻ മിനിസ്റ്റർ ഫോർ യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സ്. ഇദ്ദേഹമാണ് ഇന്നലെ മെയ് 1-ാം തീയതി ഒളിമ്പ്യൻ താരങ്ങളായിട്ടുള്ള സാത്വിക് സായ്രാജ്, റാങ്കിറെഡ്ഡിക്കും ചിരാഗ് ഷെട്ടിക്കും ദ ഹയസ്റ്റ് നാഷണൽ സ്പോർട്സ് അവാർഡ് ആയിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, അമരാവതി ദ മോഡൽ ക്യാപിറ്റൽ അണ്ടർ ദി വികസിത് ഭാരത് 2047 വിഷൻ. വികസിത് ഭാരത് 2047 കീഴിൽ മാതൃക തലസ്ഥാനമായ അമരാവതി. അമരാവതി എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം, ഇത് ഏത് സംസ്ഥാനത്തിൻ്റെ ക്യാപിറ്റൽ ആണ്? അതുപോലെ തന്നെ വികസിത് ഭാരതിൻ്റെ വിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മോഡൽ ക്യാപിറ്റൽ. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വികസിത് ഭാരത് 2047 പ്രകാരം അമരാവതി ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന മാതൃകയാകും? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റമാണ്, അതായത് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമായിട്ട് വരാൻ പോകുന്ന ഒന്നാണ് അമരാവതി. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാന പദ്ധതിയായ അമരാവതിയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് തീയതിയിൽ പുനരാരംഭിക്കും? 2 മെയ് 2025. ഇന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അമരാവതി സന്ദർശിക്കുകയാണ്. ഈ ഒരു വേളയിലാണ് അമരാവതി എന്ന ക്യാപിറ്റൽ അതിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഇന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാന പദ്ധതിയായ അമരാവതിക്ക് എത്ര ഏക്കർ ഭൂമി ഏറ്റെടുക്കും? 34,000 ഏക്കർ. അതായത് ഇന്ത്യയിലെ ഏറ്റവും മോഡൽ എന്ന ലെവലിൽ വരുന്ന ഒരു ക്യാപിറ്റൽ ആയിരിക്കുള്ളൂ ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ ആകാൻ പോകുന്ന അമരാവതി. 34,000 ഏക്കർ ഭൂമിയാണ് ഈ പ്രദേശത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, ദ റിട്ടേൺ ഓഫ് രഘുജി ബൊസാലെ ലെജൻഡറി സ്വോർഡ്. രഘുജി ബൊസാലയുടെ ഇതിഹാസവാളിൻ്റെ തിരിച്ചുവരവ്. മറാത്ത എംപയറിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു രാജാവായിരുന്നു രഘുജി ബൊസാലെ. അദ്ദേഹത്തിൻ്റെ വാൾ അത് തിരിച്ചു വാങ്ങി. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 29 മഹാരാഷ്ട്ര സർക്കാർ തിരിച്ചുപിടിച്ച നാഗ്പൂർ ബോൺസാലെ രാജവംശത്തിൻ്റെ സ്ഥാപകന്റെ പേര് രഘുജി ബൊസാലെ ഒന്നാമൻ. മഹാരാഷ്ട്ര ഗവൺമെൻറ് ഈ കഴിഞ്ഞ ഏപ്രിൽ 29 തിരിച്ചുപിടിച്ചിട്ടുള്ള നാഗ്പൂർ ബോൺസാലെ രാജവംശത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള രഘുജി ബൊസാലെ ഒന്നാമൻ്റെ വാൾ അത് തിരിച്ചുപിടിച്ചു. നാഗ്പൂർ ബോൺസാലെ ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ ആണ് രഘുജി ബൊസാലെ ഒന്നാമൻ. ഏത് ലേലത്തിൽ നിന്നാണ് മഹാരാഷ്ട്ര സർക്കാർ രഘുജി ബൊസാലെ ഒന്നിൻ്റെ പ്രതീകാത്മക വാൾ വിജയകരമായി തിരിച്ചുപിടിച്ചത്? ലണ്ടനിലെ സോത്ബിസ് ലേലം. ഈയടുത്ത് നടന്നിട്ടുള്ള ലണ്ടനിലെ സോത്ബിസ് ഓപ്ഷനിലാണ് ഏതാണ്ട് 47 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് മഹാരാഷ്ട്ര സർക്കാർ രഘുജി ബൊസാലെ ഒന്നാമൻ്റെ ആ വാൾ തിരിച്ചുപിടിച്ചിട്ടുള്ളത്. അറൌണ്ട് 47 lakhs ആണ് ഇതിനുവേണ്ടി മഹാരാഷ്ട്ര ഗവൺമെൻറ് ചെലവഴിച്ചിട്ടുള്ളത്. നാഗ്പൂർ ബോൺസാലെ രാജവംശത്തിൻ്റെ സ്ഥാപകനായ രഘുജി ബൊസാലെ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? 1695 ജനിച്ച അദ്ദേഹം 1755 അന്തരിച്ചത്. ഈ ഒരു സമയത്താണ് നാഗ്പൂർ ബോൺസാലെ ഡൈനാസ്റ്റി ഇത് സ്ഥാപിതമായിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ പ്രതീകാത്മകമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാൾ ഇത് തിരിച്ചുപിടിച്ചിട്ടുള്ളത് ലണ്ടനിൽ നടന്നിട്ടുള്ള സോത്തേബീസ് ഓപ്ഷനിൽ വെച്ചാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ 29 നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.